ഇത്തിത്താനം പൊൻപുഴയിൽ തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി ബി.ജെ.പി. നേതാക്കളുടെ വീട് കയറി CPM പ്രവർത്തകർ അക്രമം നടത്തിയ സംഭവത്തിൽ 2 പേരെ ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തു. CPM ഇത്തിത്താനം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ നിഖിൽ എസ് നായരെയും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വിഷ്ണുവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിൽ RSS ജില്ലാ ഭാരവാഹി ജി ശ്രീകുമാറിന്റെ തലയ്ക്ക് വെട്ടേറ്റു. കുറിച്ചി പഞ്ചായത്ത് അംഗവും പൊൻപുഴ വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ BR മഞ്ജീഷിനും വാർഡിന്റെ ചുമതലയുള്ള മനോജ് വി നായർക്കും പരിക്കേറ്റു. ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പോലീസ് നടപടിയെടുക്കണമെന്ന് ബി.ജെ.പി. മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി പറഞ്ഞു. CPM-ലെ ഉന്നതരുടെ നേതൃത്വത്തിലാണ് അക്രമം അരങ്ങേറിയതെന്നും യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നും N. ഹരി ആവശ്യപ്പെട്ടു. പോലീസിന്റെ പണി എടുക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യഥാർത്ഥ പ്രതികളെ പിടികൂടിയിരിക്കണം. യാതൊരു സംശയവും വേണ്ട കാര്യത്തില്. ശക്തമായ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ, ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നമ്മോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ജനങ്ങൾ BJP-യോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നുകൂടി പറയുന്നു, പോലീസ് കൃത്യമായ നടപടിയെടുക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.